ചായക്കടയിൽ നിന്നെല്ലാം കിട്ടുന്ന പോലത്തെ നല്ല വീർത്തുരുണ്ട പഴംപൊരിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്നില്ലേ, അതേ രുചിയിൽ ഒട്ടും എണ്ണൊന്നും കുടിക്കാണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രുചിയുള്ള ഈ പഴംപൊരി നമുക്കിങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കപ്പില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിലെടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ 2.5 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ കലക്കരുത് കേട്ടോ, അധികം ചൂടാക്കുകയും വേണ്ട, ലൈറ്റ് ചൂടുവെള്ളം മതി. അപ്പോൾ അത് നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം നല്ല സോഫ്റ്റ് മാവാക്കിയിട്ട് കലക്കിയെടുക്കാം. നമ്മൾ സാധാരണ നോർമലായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു തിക്നെസ്സിൽ തന്നെ മാവ് കലക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാവ് ഇതാ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തിട്ട് എടുക്കാം. 4 പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പം നമുക്ക് കഴിക്കാനായതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു പഴം ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഓരോ പീസും എടുത്തിട്ട് 3 കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാ പഴവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴവും മാവിൽ നല്ലോണം മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. മാവെല്ലാം ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ 2 സൈഡും തിരിച്ചു മറിച്ചെല്ലിട്ടിട്ട് ഇതേപോലെ നല്ലൊരു കളറിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല രുചിയുള്ള പഴംപൊരിയാണ്. ഇതുവരെ പഴംപൊരി ഉണ്ടാക്കിയിട്ട് ശരിയായി കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അടിപൊളിയായിട്ടുള്ള നല്ല പഴംപൊരി റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്നത്തെ ഈ പഴംപൊരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്.